സംഗമ ഗ്രാമ നാട്യരംഗമിതാ സംഗമ ഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥ സംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 സദസ്സിലെല്ലാവർക്കും നമസ്കാരം. സുവർണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് ഇന്ന് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട മുൻ കലാമണ്ഡലം വൈസ് ചാൻസലറും അതേപോലെ തൃപ്പൂണിത്തുറ കൂടിയാട്ടം കേന്ദ്രയുടെ എല്ലാമായിരിക്കുന്ന ബഹുമാനപ്പെട്ട പൗലോസ് മാഷാണ്. മാഷെ ക്ലബിൻ്റെ പേരിൽ ഈ വിഷയം അവതരിപ്പിക്കാനായിട്ട് സബഹുമാനം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, ഇവിടെ ഞാൻ വേദിയിൽ വന്നിട്ട് കുറെ കാലമായി. ഇന്നിപ്പോ വരാനുള്ളൊരു പ്രത്യേക കാരണം എന്ന് പറയുന്നത് ഈ സ്വർണത്തിന്റെ ഈ പരിപാടിയുടെ ഒരു പ്രത്യേകതയോട് കൂടിയാണ്. നമ്മള് പ്രാദേശികമായിരിക്കുന്ന സ്വത്തുക്കള്, പ്രാദേശികമായിരിക്കുന്ന സംസ്കൃതികളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് അതുവരെ അടയാളപ്പെടുത്തുക, അതാണ് ഇപ്പോഴത്തെ പുതിയ വാക്ക്. അതിനൊക്കെ അടയാളപ്പെടുത്തി വരുന്ന ഒരു കാര്യം. ആ രീതിയിൽ ഇവിടെ ഇരിഞ്ഞാലക്കുടയ്ക്ക് സംഗമ ഗ്രാമത്തിന് ധാരാളം അടയാളപ്പെടുത്താൻ, അപ്പോൾ ഗണിതത്തിലായാലും കഥകളിയിലായാലും കുടിയാട്ടത്തിലായാലും അതുപോലെ എല്ലാ മേഖലകളിലും ഉള്ള ഇത്തരം പ്രവർത്തനങ്ങളെ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു നാട് ശ്രമിക്കുകയും അതിന് പരമേശ്വരനെ പോലുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ നേതൃത്വം കൊടുക്കുകയും ഏതാണ്ട് ഒരു കൊല്ലത്തോളം നീണ്ടു നിന്ന വളരെ സഫലമായ പ്രവർത്തനങ്ങൾ സമാപനത്തിൽ എത്തിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തനത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ഇത്രയും നടന്ന ചർച്ചകളൊക്കെ പല തരത്തിലുള്ള മുദ്രകൾ നമ്മുടെ സംസ്കാരത്തെ സംബന്ധിച്ചു, അതിൻ്റെ ഇവിടത്തെ മുദ്രകളെ സംബന്ധിച്ചൊക്കെ നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിട്ടുണ്ടാകും. അപ്പൊ അതിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരു പ്രത്യേകതയും ഈ രമേശന്റെ ഒരു എന്താ പറയുക പെർസ്യൂസീവായിരിക്കുന്ന ഒരു രമേശൻ പറഞ്ഞാലും സമ്മതിക്കായിരിക്കാം. അങ്ങനെ നന്നായിട്ടുണ്ട് സമ്മതിപ്പിക്കുന്ന ആ സംഘാടന ശക്തിയുടെ ഒരു മികവും അതൊക്കെ കൊണ്ടാണ് ഞാൻ വന്നത്. നിങ്ങളെ കാണുക എന്നുള്ളതാണ്, ഇതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഞാൻ വന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ എന്നോട് പറഞ്ഞ സംസ്കൃത നാടകത്തിലെ ദമയന്തിയുടെ അകന്ന സാധ്യതകളെ പറ്റി സംസാരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട 2 നാടകങ്ങൾ, സംസ്കൃത നാടകങ്ങൾ തന്നെ എനിക്ക് തരികയും ചെയ്തു. ഞാൻ അവരെയൊക്കെ വായിക്കുകയും. ഈ 2 നാടകങ്ങളും ഇന്നലെയും മിനിയാന്നുമായിട്ട് ഇവിടെ അവതരിപ്പിച്ചതാണ്. കരിസൂനന 10 അംഗങ്ങളുള്ള വളരെ വലിയ ഒരു നാടകമാണ്. അതിനെ ഒരംഗം അവതരിപ്പിച്ചു.
പിന്നെ ജമീശ്വരൻ നൈഷധാനത്ത് എന്നൊരു നാടകം അത് അവതരിപ്പിച്ചു. ഇന്നിപ്പോ ദമയന്തിയുടെ നിർവഹണം പോലെ ഉള്ള അനങ്യാകൂത്ത് നമ്മളിപ്പോ കാണാൻ പോയി. ഈ സാഹചര്യത്തില് എനിക്ക് തോന്നുന്ന കാര്യം, ഞാൻ ഈ വിഷയത്തെ പറ്റി സംസാരിക്കുന്നതിൽ ഒരു അനൗചിത്യമുണ്ട് എന്നാണ്. കാരണം ഈ നാടകങ്ങൾ കണ്ട നിങ്ങളോട് അത് കാണാത്ത ഞാൻ സംസാരിക്കുന്നതിലുള്ള ഒരു അനൗചിത്യം ഒന്ന്. രണ്ട്, ഇപ്പോ ഇത് കഴിഞ്ഞ് നമ്മൾ കാണാൻ പോകുന്ന ആ അവതരണത്തെ ബാധിക്കുന്ന തരത്തിലെ നിർവഹണത്തെ പറ്റി സംസാരിക്കുക എന്നതിലുള്ളൊരു വേറൊരു പ്രശ്നം. എനിക്ക് തോന്നിയത്, ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇതിനെ ഈ വിഷയത്തെ ഒന്നുകൂടി ഒന്ന് പരിഷ്കരിച്ചിട്ട് നാടകവും കൂടിയാട്ടവും ഇവ രണ്ടും തമ്മിലുള്ള ബന്ധവും ബന്ധമില്ലായ്മയും അതിനെ പറ്റി ഇതിന്റെ പശ്ചാത്തലത്തില് പറയുകയാണ് നല്ലത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ വിഷയത്തിൽ ഒരു ചെറിയ ഷിഫ്റ്റ് വരുത്തിയിരിക്കുകയാണ്. ഞാനിത് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. നമ്മളുടെ നമ്മുടെ മാനേന്ദ്ര എല്ലാം അറിയാവുന്നതാണ്. ഒത്ത നടൻ ആയിരുന്നു അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിന്റെ വേഷങ്ങൾ കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 55-60 വരെയാണ് അദ്ദേഹത്തിന്റെ വേഷങ്ങൾ. ഈ ഒത്ത നടൻ ആയിരുന്നു ഈ വാഴയ്ക്കിടയിൽ മുണ്ടശ്ശേരിയിൽ തമ്മിലൊരു സംഭാഷണം ഉണ്ടായി. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭാഷണം ഇതാണ്. മുണ്ടശ്ശേരി ഏത് പുതിയ വിഷയത്തെ പറ്റി അഭിപ്രായം പറയുകയും അവയെല്ലാം കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ, അപ്പൊ മുണ്ടശ്ശേരി പറഞ്ഞു, നളചരിതം കേരളത്തിന്റെ ശാകുന്തളമാണ്. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോഴും അത് വലിയ സംഭവമായിട്ട് പലരും കണക്കാക്കി. കേരളത്തിന്റെ ശാകുന്തളമാണ് നളചരിതം എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് ആളുകൾ അംഗീകരിക്കുകയും ചെയ്തു. കുഞ്ചാരാശാൻ മംഗളോദയത്തില് വെച്ച് നമ്മുടെ മുണ്ടശ്ശേരിയുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കും. അപ്പൊ മുണ്ടശ്ശേരിയൊക്കെ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നാടകം ഇതൊക്കെ ഒരു ഓപ്പറ പോലെയാക്കണം, അതുപോലെ കഥകളിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ നാടകം വിസ്തരിക്കണം, അതൊക്കെയാണ് മുണ്ടശ്ശേരിയുടെ അഭിപ്രായം. അദ്ദേഹം അത് ആശാൻ തിരിച്ചു വീട്ടിൽ വന്നതിന് ശേഷം, കാരണം അവിടെ വെച്ചിട്ട് തൃശ്ശൂരിൽ വെച്ചിട്ട് സംസാരിക്കുമ്പോൾ പലരും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പ്രതികൃത്യത പറഞ്ഞു ശരിയാക്കിയിട്ടാണ്. അതിനുശേഷം തിരിച്ചു വന്നത് ഒരു കത്ത് എഴുതി, വളരെ ഷാർപ്പായ കത്ത്. ആ കത്തിൽ എന്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ, ശരി, നിങ്ങൾ വലിയ ആളായിരിക്കും, വലിയ കാര്യങ്ങളൊക്കെ അറിയാം, നിങ്ങൾക്ക് കഥകളെ പറ്റി ഒരു ചുക്കും അറിയില്ല, അറിയാവുന്ന കഴിയുകയില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ വിഷയം എടുക്കാൻ കാരണം, ഇത് നളചരിതവും ആശാനുമായി ബന്ധപ്പെട്ടതും അതേസമയം നാടകവും ക്ലാസിക്കൽ കഥകളെ പോലുള്ള ക്ലാസിക്കൽ കഥകൾ തമ്മിലുള്ള ബന്ധവും എന്താണെന്ന് വിശകലനം ചെയ്യുന്നതുമാണ് എന്ന അർത്ഥത്തിലാണ് ഞാൻ ഈ വിഷയം എടുക്കാം എന്ന് ഉദ്ദേശിച്ചു. ഈ സംസ്കൃത നാടകങ്ങൾ ആണ് കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്നത്. പക്ഷേ സംസ്കൃത
നാടകങ്ങൾ കൂടിയാട്ടത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അതാണ് പ്രശ്നം. സംസ്കൃത നാടകങ്ങൾ എഴുതിയിരിക്കുന്നത് ഭരതന്റെ നാട്യശാസ്ത്രത്തിലെ വിധികൾ അനുസരിച്ചിട്ടാണ്. ഭരതന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നാടകത്തിന്റെ ലക്ഷ്യം എന്താണ്? ഭരതന്റെ നാടകത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ആദർശനിഷ്ഠയായ മാതൃകയായ നായകനെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു നായകന്റെ ജീവിതവും പ്രവർത്തനവും അദ്ദേഹം നേടുന്ന നേട്ടം അത് കണ്ടിട്ട് രാമാധിപൻ വർത്തിതവ്യം, ഈ നാടകം കണ്ട് പുറത്തേക്ക് പോകുന്ന ആളുകള് രാവണനെ പോലെ ആകണം, നമുക്കൊക്കെ രാവണനെ പോലെ ആകരുത് എന്ന് ചിന്തിച്ച് ആ ധർമ്മബോധം ഉൾക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയാണ് ഭരതൻ നാടകം സൃഷ്ടിച്ചതും നാടകത്തിന്റെ നിയമങ്ങൾ എഴുതിയത്. അതൊരു കാര്യം അന്നത്തെ കാലത്ത് അന്നത്തെ സാഹചര്യത്തില് അത് ശരിയാണ്. അങ്ങനെ ഉണ്ടായ നാടകം കൂടിയാട്ടത്തിൽ ഒരിക്കലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. കൂടിയാട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ചില നാടകങ്ങളുടെ ആട്ടപ്രകാരങ്ങളാണ്. ഒരു നാടകത്തെയും അങ്ങനെ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, ആട്ടപ്രകാരങ്ങൾ. അപ്പൊ കൂടിയാട്ടം എന്നത് സംസ്കൃത നാടകമാണ് എന്ന് നമ്മൾ പൊതുവെ പറയുന്നെങ്കിലും നടന്മാരെ സ്വീകരിച്ചത് നാടകമല്ല, നാടകത്തിന്റെ ആട്ടപ്രകാരം. കേരളത്തിൽ കഴിഞ്ഞ 1000 കൊല്ലത്തിനിടയില് കേരളത്തില് അനേകായിരം സംസ്കൃത നാടകങ്ങളുണ്ട്. അനേകായിരം ഒന്നുമില്ല, അതിൽ കൂടുതലുണ്ടാവും, പിന്നെയുണ്ടാവും. ഇപ്പോഴും നമ്മുടെ ഈ മാൻസ്ക്രിപ്റ്റ് ലൈബ്രറികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കെട്ടിക്കെട്ടിരിക്കുന്നുണ്ട്. അതില് 2 നാടകങ്ങളെ നമ്മുടെ കൂടിയാട്ട നടന്മാര് സ്വീകരിച്ചു ഉപയോഗിച്ചു. ഒന്ന് കല്യാണ സൗകര്യം, മറ്റൊന്ന് നമ്മുടെ പദ്ധതി സംവരണം. കല്യാണ സൗഹൃദികം ഒന്ന്, മറ്റേ നമ്മുടെ ശക്തിപതിന്റെ ആശ്ചര്യം. ഇത് രണ്ടുമാണ് ചാക്യാന്മാര് നേരിട്ട് സ്വമേധയ സ്വീകരിച്ചിട്ടുള്ളതാണ്. മറ്റ് 2 നാടകങ്ങൾ കേരളത്തിൽ നിന്നുള്ളത് തപദേശവരുടെ സൂത്രരാജമാണ്. അത് പക്ഷേ രാജാവ് പറഞ്ഞതുകൊണ്ട് സ്വീകരിച്ചിരിക്കുന്നു. നമ്മൾ നടന്മാർ കിട്ടുന്നതിന് മുമ്പ് രാജാവ് പറഞ്ഞതാണ്. അപ്പൊ നമ്മുടെ പ്രശ്നം എന്തുകൊണ്ട് 10,000-കണക്കിന് സംസ്കൃത നാടകങ്ങൾ ഉള്ള കേരളത്തിലെ നടന്മാർ ഈ 2 നാടകങ്ങൾ സ്വീകരിച്ചു. പിന്നെ അവർ സ്വീകരിച്ചത് വേറെയുണ്ട്, ഭാസനാടകങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഭാസനാടകങ്ങൾ ഭാസന്റേതാണോ അല്ലെന്ന് വളരെ ഏതായാലും ഭാസനാടകങ്ങളിൽ നിന്ന് കിട്ടുന്ന നാടകങ്ങൾ അവർ സ്വീകരിച്ചതാണ്. പിന്നെയുള്ളത് ആ 2 പ്രഹസനങ്ങളാണ്. പിന്നെ ഉള്ളത് ഒരു നാടകമുണ്ട്. അത് അപ്പോ ഈ സംസ്കൃത നാടകവേദി എന്ന് പറയുന്നത് ഇത്ര വിപുലമാണ്. പക്ഷെ നമ്മുടെ നടന്മാരെ അതിൽ ഇത്ര കുറച്ച് നാടകങ്ങളെ സ്വീകരിച്ചു. അപ്പൊ നമ്മൾ പറയേണ്ടത് സംസ്കൃത നാടകങ്ങളാണ് കൂടിയാട്ടത്തിന്റെ അടിസ്ഥാനം എന്നത് നമ്മൾ പറയേണ്ടത്. എനിക്ക് തോന്നുന്നത് കൂടിയാട്ടത്തിൽ നടന്മാർ സ്വീകരിച്ചിട്ടുള്ളത്, ഉപാദാനമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് ചില സംസ്കൃത നാടകങ്ങളാണ് എന്ന് തിരുത്തി പറയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും നാടകങ്ങൾ ഉള്ളതിൽ നിന്ന് നമ്മുടെ നടന്മാർ അവയൊക്കെ പരിത്യജിക്കുകയും
ചുരുക്കം ചില നാടകങ്ങൾ മാത്രം സ്വീകരിക്കുകയും ചെയ്തത്. അവിടെയാണ് നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം, ആശാൻ ചോദിച്ച ചോദ്യത്തിന്റെ എന്താ പറയാ സത്ത് കിടക്കുന്നത്. എന്താണ് നാടകവും കഥകളിയും തമ്മിൽ, അല്ലെങ്കിൽ നാടകവും കൂടിയാട്ടവും തമ്മിൽ ഉള്ള വ്യത്യാസം എന്നതിലേക്ക് നമ്മൾ വരേണ്ടത് അവിടെയാണ്. നമുക്കത് അറിയണമെങ്കിൽ നമ്മളോട് നോക്കുക. ഇവിടെ എടുത്ത നാടകം കല്യാണ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു 3/4 മണിക്കൂറോട് അവതരിപ്പിച്ച് തീർക്കാവുന്ന ഒരു ചെറിയ വ്യായോഗമാണ് കല്യാണ സൗന്ദര്യം. ഇത് വളരെ കാര്യമായിട്ട് ആദ്യം തന്നെ നമ്മൾ എന്താണ് കാരണം? ഈ നാടകത്തിന്റെ രംഗപ്രയോഗത്തിൽ നടന് കിട്ടുന്ന സ്വാതന്ത്ര്യവും അവന് കിട്ടുന്ന വ്യാഖ്യാനിക്കാനുള്ള അവസ്ഥയും ഒരൊറ്റ ശ്ലോകത്തിൽ ഈവൻ കാണുന്ന ആ ഒരൊറ്റ കാഴ്ചയിൽ അജയര കവിത, ആ ഒരൊറ്റ കാഴ്ചയിൽ ഒരരങ്ങിനെ മുഴുവൻ കീഴടക്കാൻ പാകത്തിന് അജയര കവിത നമുക്ക് അവതരിപ്പിക്കുകയും ഒരരങ്ങിൽ അത്ഭുതം സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോ ഒരു നാടകത്തിന്റെ വ്യാഖ്യാന സാധ്യത, ആ നാടകത്തിന്റെ വിപുലനത്തിനുള്ള കഴിവ്, അതിനുള്ള വിപുലനത്തിലുള്ള എക്സ്പാൻഷനുള്ള കഴിവ്, ഇതാണ് നമ്മളൊരു നാടകം സ്വീകരിക്കുന്നതിന് അടിസ്ഥാനമായി എടുത്തത്. മറ്റൊരു നാടകം നോക്കൂ, നമ്മൾ അന്ന് എടുത്തത് രാമായണ നാടകം, അശ്വരിയുടാമി. അശ്വരിയുടാമി നാടകം നമ്മുടെ കാലഘട്ടത്തില് നേരത്തെ അവതരിപ്പിച്ചെന്നൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ കാലഘട്ടത്തില് ആശ്ചര്യചൂടാമണി നാടകം നമ്മൾ അവതരിപ്പിച്ചത് 100-108 രാത്രികളിലൂടെയാണ്. അത്രയും വ്യാഖ്യാനിക്കാൻ ആദ്യത്തെ ലക്ഷ്മണൻ വന്ന് ഭരണശാല കെട്ടുന്നിടം മുതൽ ആ ഭരണശാല കെട്ടൽ ഒരൊറ്റ രാത്രിക്കുള്ള കഥയാണ്. അപ്പൊ അത്തരത്തിൽ വ്യാഖ്യാനിക്കാനും അത് ധ്വനി പൂർണ്ണമായി വ്യാഖ്യാനിക്കാനും, അത് വെറുതെ വ്യാഖ്യാനിച്ചാൽ പോലെ പണ്ഡിതന്മാര് വ്യാഖ്യാനിക്കുന്നത് പോലെ ഈ ശ്ലോകം വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയിൽ വ്യാഖ്യാനിച്ചാൽ പോലെ അങ്ങനെയുള്ള ശ്ലോകങ്ങൾ മാത്രമേ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളൂ. അതിന്റെ കാരണം ഈ നാടകവും കൂടിയാട്ടവും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ നാടകവും കഥകളിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മളുടെ ഭരതൻ, ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്നത് നാടകത്തെ സംബന്ധിച്ചുള്ള സങ്കല്പവും അദ്ദേഹം ചെയ്ത കാര്യങ്ങളും ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിനയ രീതിയും അഭിനയ സങ്കല്പവും എന്നത് ആംഗികമായ അഭിനയത്തിന്റെ വിവരങ്ങളൊക്കെ പറയാലോ. ആംഗിക വൈദിക സാധ്യത അറിയിക്കുന്ന സാഹചര്യത്തിലുള്ള. പക്ഷേ കൂടിയാട്ടത്തിലും കഥകളിയിലും ആ അഭിനയം കൊണ്ട് സാധ്യമല്ല എന്നൊരവസ്ഥ. അഭിനയം അതിനപ്പുറത്തേക്ക് പോയി. അത് എപ്പുറത്തേക്ക് പോയി, എന്താണ് ഉണ്ടായ വ്യത്യാസം എന്ന് അറിയാനാണ് ഞാൻ ഇന്ന് ശ്രമിക്കുന്നത്. ഈ നാടകവും കൂടിയാട്ടവും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ നാടകവും കഥകളിയും തമ്മിലുള്ള ബന്ധം എന്നുവെച്ചാൽ നമ്മുടെ ക്ലാസിക്കൽ തിയേറ്ററും നാടകവും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ബന്ധമില്ലായ്മ എന്താണ് എന്നുള്ളൊരു വിഷയം പ്രസന്റ് ചെയ്യുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത്. നളയരതം തന്നെ ഇവിടെ പറയുന്ന നളയരത്തിൽ തന്നെ ഉണ്ടല്ലോ പറയാം. നളയരത്തിന്റെ നാടാണ് ഇവിടെ ഉണ്ടായിരുന്ന നാടാണ്. നളയരിതം എന്ന നാടകത്തിന്റെ, അല്ലെങ്കിൽ എന്ന കഥകളിയുടെ ശ്രേഷ്ഠതയുണ്ട്. നമുക്ക് കൊട്ടാരത്തിൻ്റെ
കഥകൾ ധാരാളമുണ്ട്. ഓട്ടമറ്റ കോട്ടയം കഥകളുണ്ട്. പക്ഷെ മലയാളി നെഞ്ചിലേറ്റി ലാളിച്ചത് അപ്പൊ എല്ലാവർക്കും അറിയാവുന്നതുപോലെ അലയില്ല നളചരിതത്തിൽ നമുക്ക് ഏറ്റവും ആകർഷകമായ ഭാഗം ഏതാണ്? നളചരിതത്തില് ഏറ്റവും ആകർഷകമായ ഭാഗം, നളചരിതത്തെ നളചരിതമാക്കുന്നത് അതിലെ 11 ആത്മഗതങ്ങളാണ്. ആത്മഗതം എന്നതിനെ നമ്മുടെ സംസ്കൃതത്തിൽ പറയുമ്പോൾ പറയുക വിചാരഭാഷ എന്നാണ് പറയുക. അതിന് നമ്മള് മലയാളത്തിൽ തന്നെ നമ്മുടെ ആളുകൾ പറയുന്നത്, മലയാളത്തിൽ തന്നെ നമ്മൾ പറയുമ്പോൾ വിചാരപദങ്ങൾ. ഈ വിചാരപദങ്ങൾ ആണ് നളചരിതത്തെ ഏറ്റവും ശ്രേഷ്ഠമായ കഥകളിയാക്കി മാറ്റി. എന്താണ് വിചാരപദങ്ങളുടെ പ്രശ്നം? അല്ലെങ്കിൽ വിചാരപദങ്ങൾ കൊണ്ടുണ്ടായത്? നമ്മൾ ഈ കഥാപാത്രത്തിന്റെ ഹൃദയത്തെ തൊടുകയാണ് ഈ ഓരോ വിചാരപദങ്ങളും ഓരോന്നിലും പറയുന്നത്. അപ്പൊ നമ്മൾ സ്വന്തം ചൂത് കളിച്ച് എല്ലാം നശിപ്പിച്ചു. കൂട്ടനാണ്. പക്ഷെ നടനെ അങ്ങനെയുള്ള ഒരു നടൻ. എന്നിട്ട് തൻ്റെ കൂടെ ഇറങ്ങിപ്പോന്ന ഈ പത്നിയെ ഉറങ്ങിക്കിടക്കുമ്പോൾ പരിത്യജിച്ചിട്ട് ഈ നായകനെ എവിടെ വെച്ച് കണ്ടാലും സാമാന്യഗതിയിൽ ആരും ചെയ്യുക, രണ്ട് ചീത്ത പറയുക എന്നല്ല പറയുക, രണ്ട് കൊടുക്കുക എന്നാണ്. ആ ചെയ്ത പ്രവൃത്തിക്ക് രണ്ട് കൊടുക്കുക എന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ സാധിക്കാത്തത്? ചെയ്യാൻ സാധിക്കാത്തത് നളൻ നമ്മോട് സംസാരിച്ചത് ഹൃദയത്തിന്റെ ഭാഷയിലാണ്. ഈ നമ്മള് മറ്റേ ഇന്ദിരനായകൻ നന്ദിനി എന്നുള്ള ആദ്യത്തെ വിചാരപദം മുതൽ അത് പിന്നെ ശൃംഗാരത്തിന്റെ ഇതാണെന്ന് വയ്ക്കുക. അത് കഴിഞ്ഞ് ലോകപാലന്മാരെ ഇങ്ങനെ സ്വന്തം പത്നിയെ ഈ ഘോരമായ വനത്തിൽ ഇങ്ങനെ ഇട്ട് ഉപേക്ഷിച്ച് പോകുന്ന നളൻ, ആ നളനോട് നമുക്ക് എന്താണ് അടുപ്പം ഉണ്ടാകുന്നതും ആ നളനോട് ആ നളനെ നമ്മൾ ക്ഷമിക്കുന്നതും ലോകപാലന്മാരെ എന്ന ആ തുടർന്നുള്ള വാക്കുകൾ ഇനിയും ഓരോ വിജനേവത അഭിമാനി ഭംഗി ഇതൊന്നും ഈ നമ്മുടെ കോട്ടയം കഥകളോ കൊട്ടാരക്കര തമ്പുരാന്റെ കഥകളോ പറയുന്ന അഭിനയ രീതിയല്ല. അത് ഉണ്ണായിമാരുടെ അഭിനയ രീതിയാണ്. ഇങ്ങനെ ഈ വിചാര പദങ്ങളിലൂടെ മനുഷ്യന്റെ ഹൃദയത്തോട് ഹൃദയം ചേർത്ത് വെച്ചു. അത് 3 ദമയന്തിയുടേതിലുണ്ട്. അപ്പോ ഈ നളചരിതത്തിന്റെ പ്രശസ്തിക്കും നളചരിതം നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നതിന് കാരണമായിട്ടുള്ളത് നമ്മള് ഏറ്റവും ക്ഷേമമായിരിക്കുന്നത് കോട്ടയം കഥകളാണെന്നൊക്കെയാണ് ഇപ്പോഴും പറയുക ആളുകൾ. ആയിക്കോട്ടെ പറഞ്ഞിട്ട് നമ്മളിതിനെ അതിന്റെ ചുറ്റെല്ലാം ഉണ്ട്, കേരളത്തുണ്ട് എന്നൊക്കെ നമ്മളതിനെ കണക്കാക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്നത് നളനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നളനോട് നമ്മൾ ക്ഷമിക്കുന്നത്, ദമയന്തിയെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ദമയന്തിയോട് സ്വയംവരം ചെയ്തതിനുള്ള തട്ടിക്കയറ്റാണ്. ആ ഒരു തട്ടിക്കയറ്റവും എല്ലാ നളനിലും നമ്മൾ ക്ഷമിക്കുന്നത് നളൻ എൻ്റെ ഹൃദയം മനസ്സ് നമ്മളോട് തുറന്ന് പറയുന്നു.
ഇത്തരത്തിലൊരു അഭിനയ സങ്കേതം നാടകത്തിനില്ല. നാടകത്തിന് ആത്മകഥം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാല് നാടകത്തിലുള്ളത് സംഭാഷണങ്ങളിലൂടെ വളരുന്ന ഒരു കഥയാണ്. നമ്മളൊരു വാക്ക് പറയുന്നു, മറ്റൊരാൾ വേറൊരു വാക്ക് പറയുന്നു, ഒരു വാക്ക് പറയുന്നു, വേറൊരു വാക്ക് പറയുന്നു. ഇങ്ങനെ സംഭാഷണത്തിലൂടെ ഒരു കഥ വളർന്ന ഒരു പുതിയ പുതിയ കഥ ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് തന്റെ ഭാവം ഇങ്ങനെ വിസ്തരിക്കാൻ സാധിക്കും. നമ്മുടെ ആ 3-ാം ദിവസത്തെ പോക്കൊന്നാലോചിച്ചു, ബാഹിരന്റെ ആ യാത്ര എന്നാലോചിച്ചു. അത് കാണുന്നിടത്തൊക്കെ ഈ മാൻകുട്ടിയുടെ കഥ പറയുമ്പോഴായാലും ഒക്കെ എന്റെ ദമയന്തിയെ ഈശ്വരൻ രക്ഷിക്കും, ഈ മാൻകുട്ടിയെ രക്ഷിക്കും എന്നുവെച്ചാൽ മുഴുവൻ ഉള്ളത് ഉപേക്ഷിച്ചെങ്കിലും ഉള്ളത് മുഴുവൻ തന്റെ ദമയന്തിയുടെ സുരക്ഷയെ പറ്റിയുള്ള ഉത്കടകളാണ്. ഈ ഘോര വിപിനമാണെന്ന് എനിക്കറിയാം. ആ വിജയവേദ ഇങ്ങനെ വിലയ്ക്ക് ദീർഘമായിട്ട് പോകാത്ത എനിക്കതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ്. വരുമാനം കണ്ണി ഇവിടെയൊക്കെ ഒരു നടൻ സ്വന്തം ഹൃദയം തുറന്ന് സാമാജികന് നൽകുകയും സാമാജികനുമായി സംവദിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു സംവിധാനം നാടകത്തിൽ ഇല്ല, നാടകത്തിൽ ഇത്ര സാധ്യത. അതുകൊണ്ടാണ് നമ്മള് കൂടിയാട്ടത്തിന്റെ അഭിനയം അധികവും ഏകാഭിനയമായി മാറിയത്. നമ്മളറിയാം, കൂടിയാട്ടത്തിൽ ഇപ്പോ ഒരു ഇത് വന്നു, ഒരു ഭാവങ്ങൾ തുടങ്ങുമ്പോഴേക്കും നടനെ അഭിനയം തുടങ്ങുമ്പോഴത്തേക്കും കൂടെയുള്ളവരൊക്കെ പോയി, പിന്നെ വേറെ വാക്കുപോലും കഥ വികസിക്കുന്നൊന്നുമില്ല. അപ്പൊ നടൻ എത്ര സമയം എടുത്തിട്ടാണ് ഈ കഥ പറയുന്നതെന്ന് അറിയില്ല. ഇപ്പോ നമ്മുടെ കൂടിയാട്ടത്തിലും ഒക്കെ ഉള്ള ഈ ഏകാഭിനയത്തിന്റെ പ്രത്യേകത, ഏകാഭിനയം മാത്രമല്ല, അതിന്റെ ആമുഖം എന്ന് പറയുന്നത് ഒരു നടൻ രംഗത്ത് വന്നാൽ ആദ്യം ചെയ്യേണ്ടത് നടൻ തന്റെ കഥ മുഴുവൻ സദസ്സുമായി പങ്കിട്ട് സദസ്സിന്റെ സ്വന്തം ആകുക എന്നുള്ളതാണ്, സദസ്സിനോട് അടുത്തു വരിക എന്നുള്ളതാണ്. അപ്പൊ ഇപ്പോ നമ്മളിപ്പോ ഈ നിർവഹണം എന്ന് പറയുന്ന സാധനമുണ്ട്. നിർവഹണം എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് താൻ ചെയ്യുന്നത്, തന്റെ പ്രവൃത്തി എന്താണ് എന്ന് ഈ ആളുകളെ ബോധ്യപ്പെടുത്താനുള്ളതാണ്. മറ്റൊരു ഉദാഹരണം പറയാൻ, നമ്മളിപ്പോ സുഗ്രീവന്റെ പ്രവേശം, സുഗ്രീവൻ ചെയ്ത പ്രവൃത്തി ലോകത്താർക്കെങ്കിലും ക്ഷമിക്കാൻ പറ്റുന്നതാണ്. ഭാസന്റെ നാടകത്തെ കണ്ടിയക്കാരിനെയാണ്. ഭാസന്റെ നാടകത്തില് സുഗ്രീവൻ നേരെ വരികയാണ്, നേരെ വരുന്നു, ശ്രീരാമനെ കാണുന്നു, അവിടെ വരുന്നു, അപ്പൊ എനിക്ക് ഇത് കിട്ടുന്നു തോന്നുന്നു, പക്ഷേ യുദ്ധം നടക്കുന്നു, ജ്യേഷ്ഠനെ വധിക്കുന്നു, ജ്യേഷ്ഠൻ വധിക്കപ്പെടുന്നു, സിംഹാസനത്തിൽ ശരിക്കുക. അതാണ് 1-ാം അംഗം എന്ന് പറയുന്നത്. കുട്ടിയാട്ടക്കാരൻ 1-ാം കൊടുത്തിട്ട് എന്താ ചെയ്തത്? കുട്ടിയാട്ടക്കാരൻ 1-ാം അംഗം കൊടുത്തപ്പോൾ ബാല്യകഥ മഴയില് അനേകം വർഷങ്ങളായി മഴയും മഞ്ഞും വെയിലും കൊണ്ട് അവിടെ നിന്ന് പുറത്തിറങ്ങാൻ വയ്യാതെ കഷ്ടപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യന്റെ മനസ്സ് എനിക്ക് എന്തെങ്കിലും രക്ഷ കിട്ടുമോ എന്നാൽ കിട്ടുക. കാരണം ഈ മലയിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യല്ലോ, ജ്യേഷ്ഠൻ സമ്മതിക്കില്ലല്ലോ. അപ്പൊ ജ്യേഷ്ഠനെ ഇത് നോക്കിയിട്ട് മക്കളെ നമുക്കറിയാം, അദ്ദേഹം നിരപരാധിയാണെന്നുള്ളവർ നമുക്ക് മനസ്സിലാകുന്നുണ്ട് കാര്യം പറയും. ഇത്രയും പറഞ്ഞ് കൂടിയാട്ടത്തിൽ ഈ സുഗ്രീവനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴാണ് നമ്മൾ ആ പ്രവേശം കാണുമ്പോഴല്ലോ നമുക്ക് തോന്നിപ്പോകും, ശരി ആരെങ്കിലും ഒന്ന് സുഗ്രീവനെ ഒന്ന് രക്ഷിച്ചെങ്കിലും, ആരെങ്കിലും ഒന്ന് രക്ഷിച്ചെങ്കിലും. കാരണം എത്ര കാലം എന്നുള്ളതാണ്, ഈ മഴ പോകുന്നു, മഞ്ഞ് വരുന്നു, വിഷമിക്കുന്നു, ഇതൊക്കെ വരുന്നു. അപ്പൊ ആരെങ്കിലും ഒന്നൊന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നി കഴിയുമ്പോഴാണ് ഹനുമാൻ വന്നതും
രക്ഷയുണ്ടെന്ന് പറയുന്നതും നമുക്ക് വലിയൊരു ആശ്വാസം. ഇതില്ലായിരുന്നെങ്കിലോ, ഇതില്ലാതെ നമ്മൾ ഈ കഥ അവതരിപ്പിച്ചെങ്കിലോ, ഇല്ലാതെ അവതരിപ്പിച്ചെങ്കിൽ എന്താണ് ഉണ്ടാകുക? നമുക്ക് വിദേശത്ത് നിന്ന് പുറത്തുനിന്ന് വന്ന ഒരു രാമന്റെയും ഹനുമാന്റെയും സഹായം കഴിച്ചുകൊണ്ട് സ്വന്തം ജ്യേഷ്ഠനെ വെട്ടിക്കൊന്ന് സ്വന്തം ജ്യേഷ്ഠനെ അധികാരത്തിലേറിയിരിക്കുന്ന ഒരു മഹാദുഷ്ടൻ എന്ന നിലയിൽ നമുക്ക് വരൂ. അപ്പൊ ഈ മൂന്നാം ദിവസത്തെ മൂന്നാം ദിവസത്തെ ബാഹുകൻ, ആ ബാഹുവിന്റെ നീണ്ട അഭിനയം ഇല്ലെങ്കിൽ നമുക്ക് ഈ ബാഹുകൻ നളന്റെ പ്രവൃത്തി ന്യായീകരിക്കാൻ പറ്റുമോ? അപ്പൊ താൻ ചെയ്ത പ്രവൃത്തി, ആ പ്രവൃത്തിയെ പറ്റിയുള്ള തന്റെ ദുഃഖവും തന്റെ ഓർമ്മയും കൊണ്ട് വീണ്ടും വീണ്ടും വേദനിക്കുന്ന ഒരു ആ യാത്ര മുഴുവൻ, ഇപ്പൊ ഗോപിയാശാനൊക്കെ വേണ്ടി ചിലപ്പോൾ 3/4 മണിക്കൂർ 1 മണിക്കൂർ വരെയാവും. നേരത്തെ ആശാരം കൂടെ അനുസരിച്ച് ആ ദീർഘമായ പോകുന്ന എത്ര ദീർഘമായ അദ്ദേഹം യാത്ര ചെയ്യുന്നോ അത്രയും നമ്മൾ അദ്ദേഹത്തോട് അടുത്തു വരിക. ഞാൻ സൂചിപ്പിച്ച കാര്യം, ഭരതൻ ആംഗികം, വാചികം, സാത്വികം, ആ കാര്യം, ഈ 4 അഭിനയങ്ങളെ പറ്റിയാണ്. അത് ഭരതൻ പറഞ്ഞത് മറ്റുള്ളവരുമായി ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സംഭാഷണം കൊണ്ട് വളരുന്ന ഒരു കഥയെ പറ്റിയാണ് ഭരതൻ. പക്ഷേ ഈ പറയുന്നത് വിചാരാഭിനയം എന്ന് പറയുന്ന 4ാമത്തെ ഒരു അഭിനയത്തെ പറ്റിയാണ്. വിചാരാഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരമല്ല, നമ്മുടെ മനസ്സ് പ്രേക്ഷകന്റെ മനസ്സുമായി നേരിട്ട് സംവദിക്കുന്ന ആ അഭിനയ പ്രക്രിയയ്ക്കാണ് നമ്മൾ വിചാരാഭിനയം എന്ന് കൂടിയാണ്. അതിൽ നിന്നാണ് നമ്മള് നളയരുതത്തില് ഈ പറയുന്ന വിചാര പദങ്ങൾ, ഞാൻ പറഞ്ഞ 11 പദങ്ങൾ, നിങ്ങൾ വീട്ടിൽ ചെന്ന് പോയതിനു ശേഷം ആ പദങ്ങളൊന്നും എടുത്ത് നോക്കൂ. ദമയന്തിക്ക് 3 ഉണ്ട്, ഭാഷണയനുണ്ട്, ഭർണാദനുണ്ട്, 6 6 നളനും. ഇതൊന്നും എടുത്തൊന്ന് വായിച്ച് നോക്കി കഴിഞ്ഞിട്ട് ഈ വായനയോട് കൂടിയിട്ട് നിങ്ങൾ നളയരുതത്തെ വിലയിരുത്തിയാല് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും നളയരുതത്തിൽ നിങ്ങളുടെ ആസ്വാദനത്തില് ഇത്രയേറെ നളയരുതത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഈ പറയുന്ന ആത്മ അനുഭവം കൊണ്ടാണ്, ഈ പറയുന്ന ആത്മ അഭിനയം കൊണ്ടാണ്. ഇത് നാടകത്തിന് സാധിക്കില്ല, നാടകത്തിന് ഇല്ലാത്തവരെയാണ്. ഈ ആത്മകഥം എന്നൊക്കെ നമ്മുടെ പഴയ നാടകങ്ങളൊക്കെ എഴുതുകൊണ്ടോ. പക്ഷെ ആത്മകഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്യമുള്ളൂ, നിൽക്കാൻ പറ്റില്ല. കാരണം അവിടേക്ക് മറ്റേ വാക്യം വന്നു കഴിഞ്ഞു, മറ്റേയാളുടെ വാക്യം മുകളിൽ വന്നു കഴിഞ്ഞു, വാക്യത്തിലൂടെ കയറി പോവാണ്. ഇതെങ്ങനെയല്ല, നമ്മുടെ ആത്മാനുഭവങ്ങൾ നമ്മൾ പങ്കിടുന്നത് 3 മണിക്കൂർ 2 മണിക്കൂറോ 3 മണിക്കൂറോ എത്ര വേണമെങ്കിലും ആകാം. നമ്മള് ഇപ്പോ നമ്മുടെ രാമായണ നാടകത്തിലൊക്കെ അശോകവല്യാനത്തിലൊക്കെ എത്ര മണിക്കൂറുകളുള്ളത് വിചാരങ്ങളാണ്. ഈ ഇപ്പൊ നമ്മള് നമ്മുടെ ആശാൻ ഇതില് സീതയ്ക്ക് മുമ്പിൽ ചെന്ന് ഈ ഇതിന്റെ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഒരു ദിവസം ഞങ്ങള് പുറത്തേന്ന് കൂടെ വന്നപ്പോ 8 മണിക്ക് തുടങ്ങിയിട്ടുണ്ടാവും, 8 തുടങ്ങി. അപ്പൊ ഞങ്ങൾ വന്നപ്പോ പറഞ്ഞിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു 11 മണി 12 മണി കഴിയാന്നാണ്. അന്ന് 3 മണി കഴിഞ്ഞിട്ടാണ് അച്ഛൻ്റെ ഈ ഇത് കഴിയുന്നത്. ഒറ്റയ്ക്ക് വേറെ ഒറ്റയാളില്ല. 3 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് പുറത്തിറങ്ങി എത്തലേ. പിന്നെ കാറുണ്ടായിരുന്നോണ്ട് പോയി. ഞാനുണ്ടായിരുന്നു, നമ്മുടെ തമ്പുരാനുണ്ടായിരുന്നു, ദേശം തമ്പുരാനുണ്ടായിരുന്നു, പോയതുകൊണ്ടാണ്. ഇതാണ് കൂടിയാട്ടത്തിന്റെ അഭിനയം. നാടകത്തിന് ഇത് പറ്റില്ല, ഇങ്ങനെ ഒരു അഭിനയം നാടകത്തിന് ഇല്ല. അതുകൊണ്ടാണ് കൂടിയാട്ടത്തില് പകർന്നാട്ടം എന്ന
ഒരു വിശേഷാൽ അഭിനയ രീതി നമ്മൾ പകർന്നാട്ടമാകുമ്പോൾ എത്ര വേണമെങ്കിലും എത്ര ദൂരെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം, എങ്ങോട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. നാടകത്തിൽ പകർന്നാട്ടം നമുക്ക് സാധിക്കില്ല. നാടകത്തിന് ഒരു നടന് അതിനെ സമ്മതിക്കില്ല. കാരണം ഭരതൻ പറയുകയാണെങ്കിൽ ഒരു നടനെ രംഗത്തെ അവതരിപ്പിച്ചാല്, ഒരു പാത്രത്തെ രംഗത്തെ അവതരിപ്പിക്കാൻ ഒരു നടനെ അപ്പം കൊണ്ടുവരില്ല. വേറെ പാത്രത്തെ അവതരിപ്പിക്കണമെങ്കിൽ വേറെ നടനെ കൊണ്ടുവരില്ല. അങ്ങനെയല്ലാതെ ഒരു നടന് പല ഭാഗങ്ങളായി മാറുന്ന ഒരു അഭിനയ സമ്പ്രദായം സാധിക്കില്ല. ഇവിടെ ഇപ്പൊ അജയനകവിതമാണെങ്കിലോ, അജയനകവിത നാടകത്തിൽ അഭിനയിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? കണ്ടു നിൽക്കാനൊരു ടീം വേണം. അത് കഴിഞ്ഞിട്ടോ പിന്നെ ഈ വരുന്ന അജകരം വേണം. അതിന് പിടിക്കുന്ന നമ്മളുടെ അജകരത്തെ പിടിക്കുന്ന ഒരു ആന, സോറി ആന, അത് കഴിഞ്ഞിട്ട് ആനയെ പിടിക്കുന്ന സിംഹം. ഈ നാലും കൂടി ഒരൊറ്റ നടൻ ആവാഹിക്കുകയും അഭിനയിക്കുകയും അങ്ങനെ ഒരു സവിശേഷമായ അഭിനയ പ്രപഞ്ചം സൃഷ്ടിക്കുകയും ചെയ്യാൻ കഥകളിക്കും കൂടിയാട്ടത്തിനും മാത്രമേ കഴിയൂ. അത് കേരളത്തിലേ കഴിയുള്ളൂ. നാടകത്തിന് സാധനം നടക്കില്ല. ഞാൻ പറഞ്ഞ ഈ നാടകവുമായിട്ടുള്ള വ്യത്യാസത്തെ മനസ്സിലായില്ലേ? അപ്പൊ നാടകം ഉദ്ദേശിച്ചിരിക്കുന്നത് വ്യക്തിഗതമായിരിക്കുന്ന അഭിനയത്തിലൂടെ ഓരോ വ്യക്തിയുടെയും വാക്കുകളിലൂടെ വളർന്നു വരുന്ന ഒരു കഥയാണെങ്കിൽ, കൂടിയാട്ടം ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കഥകളി ഉദ്ദേശിക്കുന്നത് ഒരു മാത്രം തന്നെ അനേകം വേഷങ്ങളിലൂടെ പകർന്ന് ഒരു വികാര പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയാണ്. അതാണ് ആശാൻ പറഞ്ഞത്. ശരിക്കും മനസ്സിലാകുന്നില്ല ഏത് നാടകവും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാവില്ല എന്ന് പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഒന്ന് കാര്യങ്ങൾ ഞാൻ പറയേണ്ട ഒരു ആദർശ പുരുഷനെ നമുക്ക് കാണണമെങ്കിൽ, ഒരു ആദർശ പുരുഷനെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നാടകം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കൂടിയാട്ടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒരു ആദർശ പുരുഷനെ കിട്ടില്ല. കാരണം കൂടിയാട്ടത്തില് നമ്മള് എപ്പോഴും എത്ര മണിക്കൂറാണ് നമ്മൾ രാവണന്റെ മുമ്പിലേക്ക് നേരെ വിളിക്കണവരെ ഇരിക്കണതൊക്കെ രാവണന്റെ മുമ്പിലാണ്. ശബരികാംഗത്തില് ഇപ്പം 300 പേര് എന്നൊക്കെ പറഞ്ഞില്ലേ, ഒറ്റ ആളേ ഉള്ളൂ, രാവണൻ മാത്രമേ ഉള്ളൂ. ശബരികാംഗം മുഴുവൻ പോണത് തന്നെയാണ്, തോർത്തലം പോണത് തന്നെയാണ്. അപ്പോ അങ്ങനെ വരണമെങ്കിൽ നാടകം മുഴുവൻ അവതരിപ്പിക്കണേ. അങ്ങനെ നാടകം മുഴുവൻ അവതരിപ്പിക്കുക, കഥ പറയുക എന്നൊരു കാര്യം കൂടിയാട്ടത്തിലില്ല. കഥ പറയണമെന്നില്ല, നിങ്ങൾക്ക് കൂട്ടത്തിൽ കിട്ടിയെങ്കിലേ എത്തുള്ളൂ. പറയുന്നത് ഈ വിചാര അഭിനയത്തെ, മാനസിക വ്യാപാരങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെ കൂടുതൽ പരിചയിച്ച് നമ്മിലേക്ക് പുതിയ ഒരു അനുഭവത്തെ സംക്രമിപ്പിക്കുക എന്നതാണ് കൂടിയാട്ടത്തിലെയും കഥകളിയുടെയും അഭിനയ രീതി. ഇത് നാടകത്തിന് ഇല്ല, നാടകത്തിന് സാധ്യവുമല്ല. അപ്പോ ഞാൻ നേരത്തെ ചോദിച്ച എന്തുകൊണ്ട് മറ്റ് നാടകങ്ങളൊന്നും നമ്മൾ എടുത്തില്ല, കൂടിയാട്ടത്തിൽ എടുത്തില്ല എന്നതിനർത്ഥം മറ്റ് നാടകങ്ങളിലെ സാധ്യതകൾ കണ്ടില്ല എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചെയ്തത് നാടകങ്ങളെ മാറ്റി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒക്കെ പലതരത്തിലും ആവേശം ഉണ്ടാകും, ശൃംഗാരം ഉണ്ടാകും, അതുണ്ടാകും, രസാദികളുണ്ടാകും, അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോഴൊന്നും ഈ പൂർണ്ണത വരുത്താൻ, അതായത് ഈ ക്ലാസിക്കൽ തിയേറ്ററിലെ കഥകളിയിലും കൂടിയാട്ടത്തിലും ഈ പൂർണ്ണത വരുത്താൻ നാടക അഭിനയത്തിന് സാധിക്കില്ല. നാടക അഭിനയത്തെ പറ്റി നമ്മൾ പൊതുവെ പറയാനുള്ള കാര്യമുണ്ട്. നാടകം എന്ന് പറയുന്നത് കോൺസെപ്റ്റാണ്.
നാടകത്തിൽ കോൺഫ്ലിക്റ്റ് ആണല്ലോ അതിന്റെ കഥയെ. ഇത് ആദ്യം നമുക്ക് സാധാരണ അനുഭവപ്പെടുന്നത്, നമ്മുടെ നാടകങ്ങളിൽ അനുഭവപ്പെടുന്നത് ഒരു സമൂഹവും ഒരു വ്യക്തിയും തമ്മിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റിന്റെ ഫലമായിട്ട്. നമ്മുടെ സോഷ്യൽ ഡ്രാമാസൊക്കെ ഇങ്ങനെ സമൂഹത്തിന്റെ ഇങ്ങനെ വരുന്നത്. അപ്പോ ഒരു വ്യക്തി പുതിയ ഇതായിട്ട് വന്നിരിക്കുന്ന ആള് പരിഷ്കാരത്തിലുള്ള ഒരു സമൂഹം, പഴയ ഇതിൽ നിൽക്കുന്ന ഒരു സമൂഹം, ഈ രണ്ട് തമ്മിൽ ഉണ്ടാകുന്നതായ സംഘർഷങ്ങൾ. രണ്ടാമത്തത് ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള സംഘർഷം. ഈ വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള സംഘർഷം എന്ന് പറയുമ്പോൾ ഇപ്പൊ സുഗ്രീവനും ബാലിയും തമ്മിലുള്ള സംഘർഷം. മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സംഘർഷത്തിന്റെ സാധ്യത എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കുള്ളിലെ രണ്ടു വ്യക്തികൾ പരസ്പരം നടത്തുന്ന സംഘർഷം. ഉത്തരാമരിതത്തിലെ ശ്രീരാമനാണ്, ഉത്തരാമരിതത്തിലെ രാമനാണ്, ശ്രീരാമനാണ് ഏറ്റവും നല്ല ഉദാഹരണം. സംസ്കൃതത്തിലെ ഏറ്റവും സുന്ദരമായ നാടകം, ഉത്കൃഷ്ടമായ നാടകം ഉത്തരാമരിതം. ഞാൻ പറഞ്ഞത് നെല്ലുറപ്പുള്ള നാടകം ഉത്തരാമരിതം. ഈ ശൃംഗാരം നടക്കുന്നല്ലാതെ അതിനൊക്കെ വലിയ മനുഷ്യന്റെ എന്താണ് പറയുക പുരുഷാർത്ഥം നേടാൻ അവിടെ എന്താ ഉണ്ടാകുന്ന കാര്യം? താൻ ജനങ്ങളുടെ പ്രതിനിധിയാണ്, രാജാവ്. ഇപ്പൊ രാജാവ് എന്നുള്ള നിലയിൽ തന്റെ ചുമതല തന്റെ പത്നിയെ പറ്റി എന്താണ് ആളുകൾ അപവാദം പറയും. അപ്പൊ രാജാവ് എന്നുള്ള നിലയിൽ തന്റെ പത്നിയെ ശിക്ഷിക്കാൻ വേണ്ടി താൻ നിർബന്ധിതനാണ്. അപ്പോ രാമൻ എന്ന ഒരു വ്യക്തി, ഈ വ്യക്തിയിൽ ഒരു രാജാവും ഒരു ഭർത്താവും, ഇവ രണ്ടും തമ്മിലുള്ള സംഘർഷം. ഈ സംഘർഷമാണ് ദൃശ്യരൂപങ്ങളിൽ ഏറ്റവും ശക്തവും പ്രബലവും ആയ സംഘർഷം. മാനസിക സംഘർഷമാണ്. ഭാഗ്യമായിട്ട് നമ്മൾ ഈ ഹനുമാനും സുഗ്രീവനും തമ്മിൽ വെട്ടിയടിക്കുന്ന പോലെയല്ല, അതിനപ്പുറത്തേക്ക് ഉണ്ടാകുന്ന ഈ മാനസികമായ സംഘർഷം. ഈ മാനസികമായ സംഘർഷം ഏറ്റവും അധികം അനുഭവിക്കുന്നത് നമ്മുടെ നാടാണ്. പത്നിയെ പരിചയിക്കേണ്ടി വരുന്നു, പരിചയിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ കഷ്ടമായി. നേരത്തെ പത്നിക്ക് ഒപ്പോൾ ഉണ്ടായപ്പോൾ പ്രശ്നത്തെക്കാൾ വലിയ പ്രശ്നമായി പരിചയിച്ചു കഴിഞ്ഞിട്ട്. അപ്പോ ഇത് രണ്ടും തമ്മിലുണ്ടാകുന്ന ഈ ഒരു സംഘർഷം, ഈ സംഘർഷത്തെ അഭിനയിക്കുന്നതിനാണ് നമ്മള് വിചാരാഭിനയം എന്ന് പറയുന്നത്. ഈ വിചാരാഭിനയത്തിനെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമുക്ക് 3 ധർമ്മങ്ങൾ, അതായത് നാടകത്തിനില്ലാത്ത 3 ധർമ്മങ്ങൾ. ഒന്ന് മനോധർമാഭിനയം, മറ്റൊന്ന് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നടന് തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച്, നടന്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയും. ഈ മനോധർമാഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, നാടകത്തില് മനോധർമ്മത്തിനൊന്നും പോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊന്ന് പറഞ്ഞിട്ട് മനോധർമ്മം പറയാതെ മറ്റേ തുടങ്ങി പറഞ്ഞു കഴിഞ്ഞില്ല, അതിന്റെ അപ്പുറത്തെ ആള് വേറെ വാക്യം പറയും. നേരെ മറിച്ച് ഈ മനോധർമ്മം എന്നൊരു അഭിനയമാണ്. അത് നമുക്ക് മാത്രമേ പറ്റുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് പലർക്കും പറഞ്ഞിട്ടുള്ളൊരു കഥയല്ല, ഒരു സംഭവം ഓർക്കുന്നുണ്ട്. അവർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് ഇപ്പോഴത്തെ സംസ്കൃത കോളേജിലെ ആശാനാണ്. അന്ന് കുടിയാട്ടം ഒരു 9 മണിയാകുമ്പോൾ തുടങ്ങുകയും അതിന് മുമ്പ് തന്നെ വെച്ച് കഴിഞ്ഞാല് അന്ന് ഒരു വെടിവെപ്പുണ്ടേ. അപ്പൊ പിറ്റേ ദിവസം പെട്ടെന്ന് ബന്ധുക്കെ ആയിട്ട് അത്യാവശ്യം സമ്പ്രദായം. അപ്പൊ ഈ വന്നും കൂടി ആളുകൾ ഒരു 6 മണി 7 മണി ആയി കഴിയുമ്പോഴത്തേക്ക് ആളുകളൊക്കെ എൻ്റെ കൂടെ കൂടി. കാരണം എന്താ വെച്ചാൽ 12 മണി കഴിഞ്ഞാൽ പിന്നെ പോകാൻ പറ്റില്ലല്ലോ, വാഹനമില്ലല്ലോ, അവിടെ വന്ന് സ്റ്റണ്ടായി പോയില്ലേ. അപ്പൊ അവർക്കിടയ്ക്ക് പോകാനും പറ്റില്ല.
അപ്പൊ അവിടെ എന്നോട് പറയും ആശാനോട് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് വന്നാൽ ഈ 12 മണിക്ക് മുമ്പെങ്കിലും തീർക്കണം. ഞാൻ ഈ വിഷയൊക്കെ കിട്ടുന്നതിന് മുമ്പാണ്. സാധാരണ എനിക്ക് വേഷം കിട്ടാൻ പോയാലും നമ്മൾ പോലും വിശ്രമിയില്ല. അത് നമ്മൾ എത്ര അടുപ്പമുള്ള ആളാണെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത. ഞാൻ പറഞ്ഞ ആശാനോട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ആളുകളെ ഞങ്ങൾക്ക് പറയേണ്ടത് നമുക്ക് പോകാൻ പറ്റില്ല കഴിഞ്ഞാല് അവരുടെ നമ്മൾ വെച്ചാൽ മതി. അവർക്ക് എപ്പോഴൊക്കെ വേണ്ടി ഞങ്ങൾ 12 മണിക്കുണ്ടാവും. അതിന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഞാൻ അവരോടൊക്കെ പറയും ഒരു കുഴപ്പമില്ല, പ്രശ്നം നിങ്ങളെല്ലാം അറിയായിരുന്നതാണ്. എല്ലാവരും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സീതയ്ക്ക് ഉപഹാരങ്ങൾ കൊടുത്ത് തീരണ്ടേ. ഭയങ്കര ആവേശത്തിലാണ് ഉപഹാരങ്ങൾ കൊടുത്ത് തീരണ്ടേ. ഒരു 3 മണിയായി. പക്ഷെ ആരും പോയില്ലാണോ കൊണ്ടുകൊണ്ട് ആരും പോയില്ല. പിന്നെ അവരൊക്കെ അവിടെ തന്നെ കിടന്നു. ഞാൻ പിറ്റേ ദിവസം ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം ആശാൻ ഭക്ഷണമൊക്കെ കഴിച്ച് എങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്നുണ്ട് കളിയുന്നുണ്ട്. ഞാൻ ആശാനോട് ആശാനെ പറ്റിച്ചു, എന്നെ പറ്റിച്ചു. ഇങ്ങനെ ആളുകളോട് ഭയങ്കര പറഞ്ഞു. അതെന്താ പറ്റിയെന്ന് വെച്ചാല് ഞാൻ അവിടെ വന്നു അങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ കളിച്ചു. ഇന്ന് നടന്നോന്ന് എനിക്കറിയില്ല. അറിയില്ല. ഒരു നാടകത്തിലാണെങ്കിൽ നാടകത്തിലെ ഒരു നരനിയുടെ നിർദ്ധാരിച്ചായിട്ട് കഥ നിലയ്ക്ക് കഴിയാൻ പറ്റില്ല. ഇത് കൂടിയാട്ടത്തിനെ പറ്റുള്ളൂ, കഥകളിക്കേ പറ്റൂ, നാടകത്തിനെ പറ്റിയത് കാര്യമില്ല. ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവം. അപ്പോ ഇത് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒറ്റയാളെ മാത്രം ആരെങ്കിലും നിർത്തിയിട്ട് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മള് പുതിയതായിട്ട് അവർക്ക് എന്തും ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവരിങ്ങനെ അവരുടെ വിചാരത്തിൽ ഇതിപ്പോ എവിടെയെങ്കിലും ആശാനെ ഈ കൊടുത്ത ഉപഹാരങ്ങളുണ്ടല്ലോ, കുറച്ച് ഉപഹാരങ്ങൾ കുറച്ചാരും കുഴപ്പമില്ലായിരുന്നു. ഈ 1 മണിക്ക് മുമ്പ് തീർക്കാൻ വേണ്ടിയിട്ടേ അതിന് മുഴുവൻ ഉപഹാരം കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ ഇങ്ങനെ സീതയ്ക്ക്. അപ്പൊ അതിൽ കുറച്ച് ഉപഹാരം കൊടുക്കാമായിരുന്നു. അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്, ചെയ്യുമായിരുന്നു. പക്ഷെ അത് അന്താളിച്ചു പോയതുകൊണ്ട് പറ്റില്ല മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഒരു ദൃശ്യരൂപം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ കിട്ടുന്ന ഒരു അസംസ്കൃത വസ്തുവാണ് ഈ നാടക കഥ എന്ന് പറയുന്നത്. ഈ നാടക കഥയെ തന്റെ ഇഷ്ടം പോലെ വളയ്ക്കാനോ ഒടിക്കാനോ നീട്ടാനോ കുറുക്കാനോ ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം അതിന് കിട്ടുന്നത് ഈ പറയുന്ന അഭിനയ സവിശേഷതയുടെ കൂടിയാട്ടത്തിന്റെയും കഥകളിയുടെയും പ്രത്യേകതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഗോപിയാശാനോട് ഇങ്ങനെ 3-ാം ദിവസം ഇങ്ങനെ വിരമിച്ചോണ്ട് പോവാണല്ലോ. ഇങ്ങനെ വിരമിച്ചോണ്ട് പോകുമ്പോൾ ആശാനെ ഇത്രയും വിരമിക്കണ്ടാണ്, നമുക്കൊന്ന് നിർത്തുന്നത് വരാണെങ്കിൽ നോക്കിപ്പോ അവിടെ അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ മനോധർമ്മം, അത് അഭിനയിക്കാനുള്ള അധികാരം അവർക്ക് ഈ കല നൽകിയിട്ടുണ്ട്. നാടകം പോലെ അല്ല എന്നർത്ഥം. അപ്പൊ ഞാൻ സൂചിപ്പിച്ചിരുന്ന കാര്യം, നാടകം എന്ന് പറയുന്ന വളരെ പരിമിതമായ അംഗങ്ങളുടെ സംഭാഷണങ്ങളിലൂടെ ഉരുത്തിരിയുന്ന ഒരു കഥാവസ്തു, അതിനൊരു ക്ലൈമാക്സ്. നേരെ മറിച്ച് കൂടിയാട്ടവും കഥകളിലും പോലുള്ള ക്ലാസിക്കൽ കലകളില് ഇത് നടന്റെ സ്വാതന്ത്ര്യമാണ്. നടനെ എത്ര വേണമെങ്കിലും വളർത്തിക്കൊണ്ടു പോകാം. ആ രസ പരിപുഷ്ടിക്ക് എന്ത് വേണമെന്ന് നടന് നിശ്ചയിക്കാം. ആ സ്വാതന്ത്ര്യം നമ്മൾ കൊടുത്തിരിക്കുന്നു എന്നാണ്. ഇതെങ്ങനെയാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യം കൊടുത്തത്? ഈ പുസ്തകത്തിൽ എഴുതാത്ത കാര്യമാണല്ലോ കൊടുത്തത്. പുസ്തകത്തില് ഇല്ലല്ലോ ഈ സ്വാതന്ത്ര്യം, ഇല്ലല്ലോ. പുസ്തകത്തിലില്ലാത്ത സ്വാതന്ത്ര്യം നമ്മൾ കൊടുത്തത് എങ്ങനെയാണ്? നമ്മുടെ ആചാര്യന്മാര് ഈ എഴുതിയ ഗ്രന്ഥത്തെ അല്ല, നാടക ഗ്രന്ഥത്തെ അല്ല സ്വീകരിച്ചത്, മറിച്ച് ആചാര്യന്മാര് സൃഷ്ടിച്ച എന്താണ് ആട്ടപ്രകാരങ്ങളെയാണ് അവർ അംഗീകരിച്ചത്.
അപ്പൊ ഓരോ നാടകത്തിന്റെയും സന്ദർഭം അനുസരിച്ചും സാഹചര്യം അനുസരിച്ചും ഏതെല്ലാം ആട്ടപ്രകാരങ്ങൾ ഉണ്ടാക്കണം എന്ന് അവർക്കറിയാമായിരുന്നു. ആ ആട്ടപ്രകാരങ്ങൾ അവർ എഴുതി വെച്ചിരുന്നു, അത് സൂക്ഷിച്ചിരുന്നു. ആ ആട്ടപ്രകാരങ്ങളിലൂടെയാണ് നമ്മുടെ അഭിനയം നടന്നത് എന്നർത്ഥം. എന്ന് വെച്ചാൽ കാളിദാസൻ എഴുതിയതോ അല്ലെങ്കിൽ ശൂദ്രകൻ എഴുതിയതോ അല്ല നമ്മൾ പ്രകടിപ്പിച്ചത്. നമ്മളിവിടെ പ്രകടിപ്പിച്ചത് ഇതിനെ വിശാലമാക്കി അരങ്ങിലേക്ക് എത്തിക്കത്തക്ക രീതിയിൽ ഉള്ള എന്താണ് സന്നാഹങ്ങളോട് കൂടി ഉള്ള തയ്യാറെടുപ്പുകളോട് കൂടി ഉണ്ടാക്കിയ ആട്ടപ്രകാരങ്ങളെ ആയിരുന്നു എന്നർത്ഥം. ഈ ആട്ടപ്രകാരങ്ങൾ കൃത്യമായി ഇല്ലാത്ത ആട്ടപ്രകാരങ്ങൾ എഴുതിയിരിക്കുന്ന ധാരാളം കഥകൾ നമുക്ക് ഇനി പണ്ടത്തെ നമുക്ക് ഉള്ളത് പലതും നമ്മൾ അഭിപ്രായമായിട്ടുണ്ട്. അത് നമുക്ക് പുതുതായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഉണ്ടാകുന്നതെന്ന് വെച്ചാല് ഏതൊരു നാട്ടിലും തന്റെ സ്വാതന്ത്ര്യം എത്രമാത്രം ഈ കഥയെ വികസിപ്പിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ നൽകുന്ന ഒരു അരങ്ങാണ് കൂടിയാട്ടവും കഥകളിയും നമുക്ക് നൽകിയിരിക്കുന്നത് എന്നർത്ഥം. ഇത് ഞാൻ പറയുമ്പോൾ ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കഥയല്ല ഇവിടെ നമ്മൾ കാര്യമായിട്ട് എടുക്കുക. ഈ രാമാതുരത്ത് വർത്തിതവ്യം എന്ന നിർദ്ദേശമല്ല നമ്മൾ എടുക്കുക. നമ്മൾ ഉദ്ദേശിക്കുക അത് ആ സമയത്തെ പാത്രത്തിന്റെ മാനസികമായ ഭാവം. നമ്മളിപ്പോ നാടകത്തിൽ പ്രധാനപ്പെട്ടത് കഥയാണ്. നമുക്ക് കഥ അത്ര പ്രധാനപ്പെട്ടതല്ല. കാരണം ചിലപ്പോൾ ദമയന്തിയുടേതായാലും സീതയുടേതായാലും ദുഃഖം എന്ന് പറയുന്നത് അത് എന്നെ പ്രേരകമായിരിക്കുന്ന ബാക്കിയ വസ്തുക്കൾ വ്യത്യസ്തങ്ങളായിരിക്കും. ആ ദുഃഖം എന്ന് പറയുന്നത് അതിന്റെ അവതരണം ഒരുപോലെ ഇല്ല. ആ അവതരണത്തിന് വ്യത്യാസം ഉണ്ടാകുകയില്ല എന്നർത്ഥം. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാൻ നോക്കുന്നത്, കൂടിയാട്ടം ആദ്യം ചെയ്തത് ഈ കഥയിൽ നിന്ന് പാത്രത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചു. കൂടിയാട്ടത്തിൽ ഒന്ന് മാറ്റതാണ്. പാത്രമാണ്. ആ പാത്രത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുകയും പാത്രത്തിന്റെ വികാരങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പൊ അവിടെ കഥ പോയി. ഒരു ഘട്ടം കൂടി കഴിഞ്ഞാൽ ഈ പാത്രം എന്നത് ഇപ്പൊ നമ്മൾ ചോദിക്കാറ് ഇന്ന് അതിനാരാ ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പാത്രത്തിൽ നിന്ന് നടനിലേക്ക് നമ്മളെ ശ്രദ്ധ നമ്മൾ ക്ഷണിക്കണ്ടേ. ഈ നടനിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ നമ്മൾ ചോദിക്കും, ആരാ ഇതാണ് കളി, ആരാ നടൻ, ഇന്നയാൾ, എന്നാ പോകാം. ആ പാത്രത്തിലേക്ക് വരുന്നതാണ്. അപ്പോ ഈ നാടകം എന്ന സങ്കല്പത്തിന്, നാടകം എന്ന രൂപത്തിന് വളരെ വ്യത്യാസം വരികയും അരങ്ങ് കഥയിൽ നിന്ന് പാത്രത്തിലേക്ക് മാറി പാത്രത്തിൽ നിന്ന് നടനിലേക്ക് മാറുന്ന ഒരു ആസ്വാദന സമ്പ്രദായവും അതിനനുസൃതമായ രീതിയില് പകർന്നാട്ടം പോലെയുള്ള അഭിനയ സങ്കേതങ്ങൾ ഏക അഭിനയവും ആണ് ഇവിടെ കൂടിയാട്ടത്തിനുള്ളത്. അതുകൊണ്ടാണ് പഴയങ്കട ആശാൻ പറഞ്ഞത് ഈ ഇതിനെ കൂടിയാട്ടത്തെ അല്ലെങ്കിൽ കഥകളിയെ നാടകമാക്കി മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ പഴയങ്കട ആശാൻ പറഞ്ഞത് എന്റെ ശരിക്കും ഇതിനെ ഒരു ചുറ്റും അറിയില്ല, ഇനി അറിവും എനിക്ക് തോന്നണമില്ല. ഞാൻ ഈ രണ്ടും തമ്മിലൊരു വ്യത്യാസം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം ഇവിടെ തന്നെ നമുക്കറിയാം. ഈ ശാന്തത നാടകം എന്ത് പ്രശ്നമാണ് നമ്മൾ അവതരിപ്പിച്ചത്, എന്ത് പ്രശ്നം ആണ് അതിലുണ്ടായിരുന്നത്. എന്നാൽ അതിനൊരു ആട്ടപ്രയോഗമില്ല, അതിനൊരു കഥയില്ല. അപ്പം ആശാൻ എപ്പോഴും വിൽക്കട്ടെ ഇതെങ്ങനെയാണ് ആട്ടപ്രയോഗം ഇല്ലാത്ത, ട്രഡീഷണൽ ആയിട്ടല്ലാത്ത, പണ്ട് അഭിനയിച്ചിരുന്നു, അത് ശരിയാണ്. നമുക്കിപ്പോ ഒന്നും മാറ്റമൊന്നുമില്ലല്ലോ. ഇതെങ്ങനെയാണ് പോവുക, ഏത് രീതിയിലാണ് മുന്നോട്ട് പോവുക എന്നൊക്കെ വലിയ ഉത്കണ്ഠകളുണ്ടായിരുന്നു. പുതിയ അവതരണങ്ങൾ
പിന്നെ അത് വിജയിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലുണ്ടായിരുന്ന കൂട്ടായ എഫർട്ട് കൊണ്ടാണ് അത് വിജയിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ഞാനിതൊരു പറഞ്ഞതിന്റെ ചുരുക്കം, കൂടിയാട്ടം, കഥകളി പോലുള്ള അഭിനയങ്ങളില്, പോലുള്ള രംഗ അവതരണങ്ങളില് പ്രധാനം എന്ന് പറയുന്നത് കഥയല്ല. പ്രധാനം എന്ന് പറയുന്നത് പാത്രവും പാത്രത്തിന്റെ മാനസിക വ്യാപാരങ്ങളുമാണ്. ഈ മാനസിക വ്യാപാരങ്ങളെ എങ്ങനെ സഹൃദയമായി പങ്കിടുന്നു എന്നതിനെ അനുസരിച്ചിട്ടാണ് അതിന്റെ വിജയം ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ നടന് തൻ്റെ മനസ്സിനെ നമ്മോട് ഷെയർ ചെയ്യാൻ പറ്റിയപ്പോൾ നടന്റെ ദൗർബല്യങ്ങളെല്ലാം നമ്മൾ അല്ലെങ്കിൽ നടന്റെ തെറ്റുകളെയെല്ലാം നമ്മൾ ക്ഷമിക്കാൻ തയ്യാറായിക്കൊണ്ട് നമ്മൾ നടനിലേക്ക് തന്നെ വന്നു എന്നതാണ്. ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ ഉദ്ദേശിക്കാൻ. അപ്പൊ ഇവിടെ ഈ നാടകത്തില് നായകോദയം വേണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. നായകോദയം ഒന്നും വേണ്ട. നായകോദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രാവണന്റെ ഉദയമാവില്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. നാടകത്തെ സംബന്ധിച്ചിടത്തോളം, കൂടിയാട്ടത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. നമുക്കിപ്പോ ഒരു പുതിയ ഒരു ട്രെൻഡ് നമ്മുടെ ഇടയിലുള്ളത് ഈ രമേശിങ്ങനെ രണ്ട് പുതിയ കഥകൾ നമുക്ക് ഉടനെ പറഞ്ഞു. അതായത് നൈഷത്തെ പറ്റിയിട്ട് നൈഷത മഹാകാവ്യം അല്ലാതെ ഒരു കഥ നാടകമായിട്ട് നമുക്ക് മലയാളത്തിൽ സംസ്കൃതത്തിലോ നമുക്ക് എന്തെങ്കിലും സാധനം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ കർമ്മന്മാർ എഴുതാറുള്ളത് നമുക്ക് അറിയില്ലല്ലോ. ഒരുപക്ഷെ അത് വിചാരിച്ചിട്ടുണ്ടാവും ഈ നവോദയം വന്നില്ലേ, ഈ വേറൊരു സാധനം വേണ്ട എന്ന് നമ്മുടെ ആളുകൾ വിചാരിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല. ഈ പുതിയ കഥകൾ രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ ഇപ്പൊ കുടിയാട്ടത്തെ പോലുള്ള നമ്മുടെ കഥകളിയെ പോലുള്ള മേഖലകളില് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ നമുക്കറിയാവുന്നതുപോലെ ഇപ്പൊ വെള്ളിയാഴ്ച പടം മാറി പുതിയ പടം വെച്ചില്ലെങ്കിൽ ശനിയാഴ്ച കളക്ഷൻ പോയി. അവരെ കുറിച്ചുള്ള സിനിമയ്ക്കുണ്ട്. പക്ഷേ കുടിയാട്ടത്തിന് കഥകളിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കഥ എന്ന് നോക്കിയിട്ടല്ല ആളുകൾ വരിക. ഇന്ന നടൻ, ഇന്ന തരത്തിലുള്ള അഭിനയം, ഇന്ന മനോധർമ്മം എന്ന് നോക്കി ഈ അരങ്ങിനെ പറ്റി ബോധമുള്ള നടന്മാരെ, ബോധമുള്ള സഹൃദയരാണ് ഇത്. അപ്പൊ നമ്മള് ഈ പുതിയ കഥകൾ രംഗത്ത് കൊണ്ടുവരുമ്പോൾ എങ്ങനെ പുതിയ കഥകൾ പുറത്തു കൊണ്ടുവരണം, രംഗത്ത് കൊണ്ടുവരണം എന്നതിനെ പറ്റി കൂടി നമ്മൾ വളരെ ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലയാളിയുടെ ഒറ്റ കഥയെ ഇതുവരെ കുടിയാട്ടം എടുത്തിട്ടുള്ളൂ. മലയാളത്തിൽ നിന്നുള്ള രണ്ടെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ ഒരു പുതുമയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോ 11,700 പേരെ കൊണ്ട് അതൊക്കെ നടത്തുന്നത് പുതുമയാണ്. അത് പുതുമ ഇല്ലാതെ പോയത് ഇടിഞ്ഞു, ബാക്കിയൊക്കെ പുതുമയാണ്. അത്തരത്തിലൊരു പുതുമയിലേക്കും അത്തരത്തിൽ സഹൃദയരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് പോകേണ്ട കാര്യമില്ല. പുതിയ ഒരു സൃഷ്ടി ഉണ്ടാകുമ്പോൾ ആ സൃഷ്ടിക്ക് മുതിർന്ന നമ്മുടെ ആചാര്യന്മാരുമായിട്ടൊക്കെ ആലോചിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം അതിന് നല്ല ഒരു അഭിനയ രീതി ഉണ്ടാക്കി, ആട്ടപ്രകാരം ഉണ്ടാക്കുകയും ആ ആട്ടപ്രകാരം നമ്മുടെ സ്ഥിരം ഓഡിയൻസ്, കൂടിയാട്ടം കണ്ട് ശീലമുള്ള, കഥകളി കണ്ട് ശീലമുള്ള ആളുകൾക്ക് യോജിക്കുകയും ചെയ്യുന്ന രീതിയിൽ, അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ആവുകയും ചെയ്യുക. അങ്ങനെയുള്ള കഥകൾ മാത്രം നമ്മൾ സ്വീകരിക്കുക. അങ്ങനെ പുതിയ കഥകൾ ഉണ്ടാകണം എന്നത് ആവശ്യമാണ് പലപ്പോഴും. ഈ സ്ഥിരമായി ഇങ്ങനെ കഥകൾ മാത്രമേ നമ്മൾ എടുക്കൂ എന്ന രീതിയിൽ നമ്മൾ എടുക്കേണ്ടതില്ല.
പക്ഷെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഈ മറ്റ് മേഖലകളിൽ കാണുന്ന ഈ പുതുമയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഓട്ടം ചിലപ്പോ നമ്മൾ നല്ല രീതിയിലാവില്ല എത്തിക്കുക എന്നാണ് അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് പഴയ നമുക്ക് ധാരാളം ഇതിലുണ്ട്, മേഖലകളിൽ ഇങ്ങനെ ധാരാളം ഉണ്ട്. നമ്മുടെ പഴയ ഒരു നമ്മുടെ സാരഥിയിലെ രാമപിഷാരി, ഞാൻ പഴയ ആളുകളുടെ കഥയാണ് പറയുന്നത്. രാമപിഷാരി അദ്ദേഹം മഹാപണ്ഡിതനാണ്. അപ്പോ അയ്യാ ശാസ്ത്രികള് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ സംസ്കൃത പണ്ഡിതനാണ് അയ്യാ ശാസ്ത്രി. അദ്ദേഹം ഒരു അക്ഷരം എഴുതിയിട്ടില്ല, എല്ലാം പാണ്ഡിത്യം. അപ്പോ അദ്ദേഹത്തോട് ഈ നമ്മുടെ സാരഥിയിലെ രാമപിഷാരി എങ്ങാണ് ചെറുപ്പക്കാരനായിരിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിച്ചു, എനിക്ക് അങ്ങയുടെ ശിഷ്യനായിരിക്കാനുള്ള സൗകര്യം കിട്ടിയിട്ടില്ല, ശിഷ്യനാകാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്നാൽ അങ്ങ് എന്തെങ്കിലും ഒന്ന് എഴുതി പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അങ്ങനെ പരമ്പരയാ അത് വായിച്ച് എനിക്കൊരു ശിഷ്യത്വം ലഭിക്കുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ നല്ല ദേഷ്യത്തിലെ എല്ലാ ശാസ്ത്രികൾ പറഞ്ഞു, ഇതുവരെയുള്ളതൊക്കെ വായിച്ചു കഴിഞ്ഞോ? എന്നിട്ട് വളരെ പുതിയ ഇതൊക്കെ പഴയ ആളുകളുടെ ഒരു സ്വഭാവമാണ്. കാരണം നമുക്ക് ഉണ്ട്, ഇഷ്ടം പോലെ നമ്മുടെ ഇടയിൽ ഉണ്ട്. ആ ഉള്ളതിനെ നന്നാക്കി കൊണ്ടുവരികയും അതിനെ ധരിപ്പിക്കുകയും അതിന് പ്രോത്സാഹനം കൊടുക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഒരു കലയുടെ മുന്നോട്ട് പോകേണ്ടതിന് ആവശ്യം. എന്നനുസരിച്ചിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടാണോ, അദ്ദേഹം ഐതിഹ്യശാസ്ത്രം അങ്ങനത്തെ ആളൊന്നുമില്ല, ആരെയും പറഞ്ഞാൽ എന്നൊരു ലക്ഷ്യവുമില്ല. അപ്പൊ നമ്മുടെ ഈ പുതിയ കഥകൾ നമ്മൾ എടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാടകം പുതിയത് കണ്ടു എന്ന് വെച്ച് നമ്മളൊരു പുതിയ കഥ ഉണ്ടാക്കണം എന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ആ രീതിയിൽ അതിനെ നമുക്ക് ഫലപ്രദമായി രംഗത്ത് അവതരിപ്പിക്കാൻ പറ്റുമെങ്കിൽ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് പോകേണ്ടത്. ഈ പുതിയ അവതരണങ്ങൾ നമ്മൾ ഒരു വലിയ അത്ര അത്യാവശ്യമായ ഒന്നായി നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. അതേസമയം തന്നെ നമ്മുടെ പഴയ നാടകങ്ങളിൽ ധാരാളം നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളതും ചെയ്യാനുള്ളതും ഒക്കെ ഉണ്ട്. അതിലേക്കൊക്കെ നമ്മളുടെ ശ്രദ്ധ പോവുകയും ചെയ്യണം എന്നാണ് ഈ ഒരു സാഹചര്യം വെച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാനത് അവസാനിപ്പിക്കുകയാണ്. വാഴക്കട കുഞ്ഞിനായരാശാൻ മുണ്ടശ്ശേരിയോട് പറഞ്ഞത്, മുണ്ടശ്ശേരി പറഞ്ഞത് ഇതിനെ നളയത്തെ നാടകമാക്കണം. ആശാൻ പറഞ്ഞത് ഇതിന് നാടകമാക്കാൻ പറ്റില്ല, ഇത് എന്താണ് കഥകളി തന്നെയാണ്. എന്നിട്ട് ആശാൻ തുടർന്ന് പറഞ്ഞത് ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവുകയില്ല, ഞാൻ പറയുന്നില്ല. ഞാനിവിടെ പറയാൻ ശ്രമിച്ചത് എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം, എന്തുകൊണ്ട് കഥകളി, എന്തുകൊണ്ട് ഈ ശാന്തള നാടകത്തെ പോലെ മലയിലത്തെ ഒരു നാടകമാക്കി അവതരിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ കാരണങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് രണ്ടും രണ്ടാണ്, രണ്ട് വേദിയാണ്, രണ്ട് സങ്കേതങ്ങളാണ്, രണ്ട് തരത്തിലുള്ള അനുഭവങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അർത്ഥം. അതുകൊണ്ട് ഈ രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഒരു നാടകം കൂടിയാട്ടത്തിൽ അവതരിപ്പിച്ചു എന്നതുകൊണ്ട് ആ നാടകവും കൂടിയാട്ടവും ഒന്നല്ല, രണ്ടും രണ്ടാണ്. കാരണം ആ നാടകം കൂടിയാട്ടത്തിൽ അവതരിപ്പിക്കുമ്പോൾ കാളിദാസൻ പറഞ്ഞ നാടകമല്ല ഇവിടെ കൂടിയാട്ടത്തിൽ അവതരിപ്പിച്ചത്. കാളിദാസനെ വ്യാഖ്യാനിച്ച ഒരു നടൻ പറഞ്ഞ, അങ്ങനെയാണ് ശ്യാമസുന്ദര നാടകം ചെയ്തത്. കാളിദാസനെ മനസ്സിലാക്കിയ രീതിയിൽ ഒരു നടന്റെ വ്യാഖ്യാനമാണ് ഒരു കൂടിയാട്ടത്തിൽ നടൻ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കുകയും പുതിയ കഥകൾ വരികയും ചെയ്യണം എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ ഇപ്പൊ ഈ സിനിമാ കോട്ടക്കാരുടെ വെള്ളിയാഴ്ചത്തെ പ്രശ്നം നമുക്കില്ല, അതൊരിക്കലും നമുക്ക് ഉണ്ടാകുകയുമില്ല എന്ന ഉറപ്പോടുകൂടി നമ്മൾ ആത്മവിശ്വാസത്തോട് മുന്നോട്ട് കൊണ്ടുപോകും.
പോകണം എന്ന് സ്നേഹപൂർവ്വം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഇതിൽ തന്നെ കഥയാണ് അവതരണമാണ് രംഗത്ത് അവതരിപ്പിക്കുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു സംരംഭം നടത്താൻ തോന്നിയതിൽ അതിലെനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നു. നിരന്തരമായ ഒരു സമ്മർദ്ദം ഉണ്ടല്ലോ, അതാണ് ഈ പരിപാടി വിജയിപ്പിച്ചത്. ഈ പ്രവർത്തനം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പലതരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇതിനെ കേൾക്കുന്ന നിങ്ങളോടെല്ലാം പ്രകാശിപ്പിച്ച് നമസ്കാരം. പുതുമയുള്ള പ്രമേയങ്ങൾക്കപ്പുറം പ്രകാരത്തിൻ്റെ ശുദ്ധി സംശുദ്ധി കാത്തുരക്ഷിക്കുക എന്ന നാടകധർമ്മത്തിൻ്റെ വിഷയത്തിലേക്ക് നിന്നുകൊണ്ട് പ്രഖ്യാപിതമായ അല്ലെങ്കിൽ നോട്ടീസിൽ പ്രതിപാദിച്ച വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് പ്രബന്ധാവതാരകൻ തന്നെ തൻ്റെ സ്വയം ഇതിവൃത്തത്തെ കണ്ടെത്തി ഇത്രയും നേരം 1.5 മണിക്കൂറിനധികം പ്രഭാഷണം ചെയ്ത ഡോക്ടർ KG പൗലോസ് സാറിനെ ആദരിക്കുന്നതിലേക്കായിട്ട് സർവാദരണീയനായ വേണുജിയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.